കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം സമുദ്രം മുഴുവനും ജലമാണ്. നാം ഇപ്പുറത്ത് കരയിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തൊരിടം നമുക്ക് കാണത്തില്ല. അതേപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം ഈ ഭൂമിയിലുള്ള പ്രകൃതിയെ നാം നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം, അതേപോലെ തന്നെ സമുദ്രത്തിൻ്റെ വെള്ളം, അത് അതിരുകടക്കാതെ മണൽ കൊണ്ട് അതിരിട്ടിരിക്കുന്നത്, ഇതൊക്കെ നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് അതിൽ കൂടെ വെളിപ്പെടുന്നത്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ ഒരു ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായി വിളങ്ങുന്നത് കാണാം. പ്രിയ ദൈവമക്കളെ, നാം പല സാക്ഷ്യങ്ങളും പല ദൈവമക്കളുടെ സാക്ഷ്യങ്ങളും നാം കേട്ടിട്ടുണ്ട്. അവരുടെ കഷ്ടസമയത്തും അവരുടെ വേദന സമയത്തും കൂടെ ഇരിക്കുന്നതും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നതും നാം കാണാറുണ്ട്. അതേപോലെ തന്നെ നാം എന്തെങ്കിലും ചെയ്ത് നാം കൊള്ളരുതാത്ത ചെയ്യുമ്പോൾ കർത്താവിൻ്റെ മഹത്വം നമ്മൾ നിറഞ്ഞു വരുന്നില്ല. ഭൂമി അത് മഹത്വം കൊണ്ട് നിറഞ്ഞിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിറയണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം നിറവത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, വെള്ളത്തിനെ കൊണ്ട് കർത്താവ് സമുദ്രം നിറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങയുടെ മഹത്വം കൊണ്ട് കർത്താവ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജീവിതങ്ങളും നിറഞ്ഞു കവിയുവാൻ, ഈ ഭൂമിയിലെ സകല ജഡങ്ങളും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിപ്പാൻ തക്കവണ്ണം കർത്താവെ നിൻ്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, നിനക്കിഷ്ടമില്ലാത്ത കർത്താവെ വരുന്ന പ്രവർത്തികളൊക്കെ ഞങ്ങൾ ചെയ്യാതെ വണ്ണം പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ നിയന്ത്രിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിൽ വന്ന് ചേരുന്നത് വരെയും ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.